മിക്സി വേണ്ട, തേങ്ങ അരയ്ക്കണ്ട, എന്നാലോ ഒരു പൊളപ്പം മീൻകറി. നല്ല വെള്ളച്ചൂര കൊണ്ട് നല്ല അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാം. മിക്സി വേണ്ട, തേങ്ങ അരയ്ക്കേണ്ട, ഒരു പണിയും വേണ്ട. പോയാലോ? അപ്പോൾ അതിനൊരു പാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു, ലേശം ഉലുവ ഇതുപോലെ എടുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ ഉലുവ അങ്ങോട്ട് ചെറുതായിട്ട് പൊട്ടി വരപ്പം ലേശം കടുകും ഉഴുന്നുപരിപ്പും കൂടെ ചേർന്ന് അതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് അതൊന്ന് പൊട്ടി വരപ്പോഴത്തേത് ആ പച്ചമുളക് നേറിയതും നമ്മളെ ഉണക്കമുളകും കൂടെ അതിലേക്ക് ഇട്ടൊന്ന് ചട്ടപ്പടം ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഞാനിപ്പോൾ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ നല്ല രീതിക്ക് അരച്ച് വെച്ച പേസ്റ്റ് കൂടെ അതിലേക്ക് ചേർത്തു. അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ നമുക്ക് ഒരു സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ലേശം ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിക്കൊന്ന് കുത്തി ഇളക്കിയെടുക്കാം. നല്ല രീതിക്കൊന്ന് മിക്സ് ആവട്ടെ. സവാളയൊക്കെ ഒന്ന് വാടി വരണം. ഒരു ബ്രൗൺ കളറാകുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മീൻകറിയാണ്. തേങ്ങ അരയ്ക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്സി വേണ്ട, ഇതൊന്നും വേണ്ട. അപ്പോൾ ഏകദേശം നമ്മളെ ഉള്ളിയൊക്കെ ഏകദേശം വാടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ശേഷം മസാലയ്ക്ക് വേണ്ടി ലേശം മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിക്കൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമുക്ക് എത്രത്തോളം സ്പൈസി വേണം, നമുക്ക് എരിവ് എത്രത്തോളം വേണം അതനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. എന്നിട്ട് നല്ല രീതിക്ക് കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വേറെ മസാല ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം. ആ മസാലയൊക്കെ ഒന്ന് നല്ല രീതിക്കൊന്ന് പിടിച്ചൊന്ന് കട്ടിയാവുന്ന രൂപത്ത് വരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ആവണം. അതുവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ രുചി ഇറങ്ങുന്നത്, ആ ടേസ്റ്റ് മനസ്സിലാവും. അന്നിട്ട് ആ ചൂടുവെള്ളം, ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടിതാ വെറും നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ, ഞാനിവിടെ ഉപയോഗിക്കുന്ന വെള്ളച്ചൂരയാണ്. അതുപോലെ നമ്മൾ പിണംപുളി, അതായത് കുടംപുളി എന്ന് പറയും, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഒരുപാടൊന്നുമില്ല, ഒരു 5-6 പീസേ ഉള്ളൂ. ആ ഒരു മീൻ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറിയൊക്കെ തിളച്ച് കഴിഞ്ഞ് അപ്പോൾ ഇനി ആ മീൻ കൂടി നമുക്ക് ഇതുപോലെ എടുത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. മീനും കൂടെ അതിന് ചേർത്ത് കൊടുത്ത് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു തക്കാളി ഞാൻ എടുത്തിട്ട് ചെറുതായിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് മീൻ ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് തക്കാളി നേരത്തെ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകരുത്, തക്കാളി ചെറിയൊരു കട്ടി കിട്ടണം, അതിനു വേണ്ടിയാണ്. ഇതുപോലെ തക്കാളി കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. തക്കാളി കൂടി ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് കൂടി കിടന്നു കഴിഞ്ഞാൽ നമ്മളെ മീൻകറി ഇവിടെ റെഡിയാവും. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ തേങ്ങ അരയ്ക്കേണ്ട, മിക്സി വേണ്ട, ഇതൊന്നും വേണ്ട. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഒരു അപാര ടേസ്റ്റ്. ഇതുപോലെ മീൻ വയ്ക്കുക, വീട്ടിൽ കറണ്ടില്ല, തേങ്ങയില്ല എന്നും പറഞ്ഞൊന്നും നിൽക്കാതെ മീൻ ഇതേ രീതിയിൽ അങ്ങോട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാനായാലും ശരി, ചപ്പാത്തി ആയാലും ശരി, ദോശയുടെ കൂടെ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടാറ് ടേസ്റ്റുള്ള മീൻകറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മീൻകറി തയ്യാറാക്കി വെക്കുക, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ.